കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചിന്തയുടെ കണ്ടിന്യൂസ് ആയൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ് വെൽക്കം ടു സ്പിരിച്വൽ വേൾഡ്, ആത്മ ലോകത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല, നിങ്ങൾക്ക് സ്വാഗതം ഒന്നും പറഞ്ഞിട്ടൊരു സുഖം വരുന്നില്ല. കുറച്ചുകൂടെ ചോണയായിട്ട് കൈ അടിക്കും, ഒരു ആമീൻ പറ. എനിക്ക് മനസ്സിലായി, ഈ കാണുന്ന ലോകം പോലെ വേറൊരു 2 ലോകം കൂടെ നമുക്ക് കാണാൻ കഴിയാം. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ലോകമോ അല്ലേ? എന്നാൽ അതേപോലെ 2 ലോകം കൂടെ ഈ ലോകത്തുണ്ട്. ഒന്ന് പൈശാചിക ലോകവും ഒന്ന് ദൈവിക ലോകവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചില ആളുകൾ പറയും പൈശാചിക ലോകം ഉണ്ടോ 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 സംശയമുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചോദിക്കാം ദൈവിക ലോകം ഉണ്ടോ. സത്യത്തിൽ ഈ ദൈവിക ലോകത്തിനകത്തെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസ് പലരും നമ്മുടെ അകത്തുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, ചർച്ചിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ തലയിലുള്ള ചിന്ത. പ്രാർത്ഥനയ്ക്ക് പോയ ഒരു സൗഖ്യം കിട്ടും, അവിടെ പോയാൽ ദൈവദാസൻ ഒരു ദൂത് പറയും, അവിടെ പോയാൽ ഒരു ആശ്വാസം കിട്ടും, അവിടെ പോയാൽ ആരാധിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ ആരാധനയിലേക്ക് നടത്തുന്നത്. പക്ഷേ സുവിശേഷം നമ്മൾ കേട്ട് കഴിയുമ്പോൾ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിച്ചത് സുവിശേഷത്തിലൂടെ എന്നെ ഒരാത്മലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതിന് വേദോസം വിളിച്ചത് കിങ്ഡം ഓഫ് ദ ലോർഡ് എന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ലോകത്തിൽ പ്രസംഗിക്കുക, യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയോ? ആ രാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് യേശു വന്നേ. പലരും ആ സ്ഥാനം വിട്ടുപോയി, പലരും ആ കാര്യം സ്കിപ്പ് ചെയ്തു. ആ രാജ്യത്തിനകത്തു വരുന്നയാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ, ആ രാജ്യത്തിൽ വരുന്നയാൾക്ക് ലഭിക്കുന്നതാണ് രോഗസൗഖ്യം, വിടുതലുകൾ, അത്ഭുതങ്ങൾ. ആ രാജ്യത്തിനകത്തുള്ളവരാണ്. ആ രാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അന്നതോടുകൂടെ നിത്യതയിലേക്ക് പ്രവേശിച്ചു. ആ രാജ്യം ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോ നമ്മളും എടുക്കപ്പെടുവോ? നിങ്ങളൊരു കൈ അടിച്ചില്ലല്ലേ? ആമീൻ പറ. ആർ യു ഫോളോയിങ് മീ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഗോസ്പൽ എന്നെ സുവിശേഷം എന്നെ വാസ്തവത്തിൽ ദൈവിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ ആത്മലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ക്രൈസ്റ്റ് ഈസ് എ ഡോർ ടു, എങ്ങനെ പറയാ, കർത്താവ് നമ്മുടെ വാതിലാണ്. ഏതിലേക്കാ? ആത്മലോകത്തിലേക്കുള്ള ഡോറാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സംശയം വരാം. നിങ്ങളുടെ സംശയത്തിന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങളൊന്നും ആവർത്തിച്ചിട്ട് മെല്ലെ കുറച്ചും കൂടെ ഡീപ്പായ ഉള്ളിലേക്ക് വരാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട്. നമ്മൾ യേശുവിനോട്, ദൈവത്തോട് സംസാരിക്കാറുണ്ട് അല്ലേ? പലരും ദൈവത്തോട് സംസാരിക്കാറുണ്ടോന്ന് അറിയത്തില്ല. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്, അത് നമുക്കറിയാം. അതുകൊണ്ട് പിതാവിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്. യേശുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ടോ? യേശു നമ്മളോട് സംസാരിക്കാറുണ്ടോ? ധാരാളം സംഭവങ്ങൾ ബൈബിളിൽ കാണാം. യേശു നേരിട്ട് ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിനോട് സംസാരിക്കുന്നത് കാണാം. പൗലോസിനോട് പറയുക, നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നേ? അറിയില്ല. പൗലോസ് ചോദിച്ചു, നീ ആരാ കർത്താവേ എന്ന് പറഞ്ഞ ശരിയായൊരു കോൺവെർസേഷൻ നടക്കുക കഴിഞ്ഞു. അത് പൗലോസ് എന്ന് പറഞ്ഞ വലിയ ആളല്ലേ എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ച നേരെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വന്ന അനന്യാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാണാം. അവന്റെ മുറിയിലേക്ക് കർത്താവ് വന്നു. എന്നിട്ട് സ്വപ്നത്തിൽ അനന്യാസ് എന്ന് കർത്താവ് വിളിച്ചു. എന്നെ പരിപാടിയല്ലേ? അനന്യാസ് തിരിച്ചു ചോദിച്ചു, കർത്താവേ എന്താന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇന്ന സ്ട്രീറ്റിൽ ഇന്ന അഡ്രസ്സിൽ ഇന്നയാളുടെ വീട്ടിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു ശൗൽ എന്ന് പറയുന്ന ഒരു താമസിക്കുന്നുണ്ട്, അവന്റെ തലയിൽ പോയി കൈവെക്കണം. അവൻ തിരിച്ച് കർത്താവിനോട് സംസാരിച്ചു. ജോയ്ഫുൾ എക്സ്പീരിയൻസ്. അവർക്ക് കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിനോട് പറഞ്ഞു, അയ്യോ കർത്താവ് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അയാൾ കുറച്ച് തല്ലിപ്പൊളിയാ, ആളുകളെ പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ടെന്ന് വരെ തിരിച്ചങ്ങോട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? അനന്യാസിനുണ്ടായിരുന്നു. Are you following me or not? കാരണം അവർക്കൊരു കാര്യം അറിയാമായിരുന്നു. When they receive Christ, when they accept gospel, they are entered the kingdom of God. Amen. അവർ ദൈവരാജ്യത്തിനകത്തേക്ക് കയറി. ആ കയറിയ ആളുകൾക്ക് അപ്പനായ ദൈവത്തോട് സംസാരിക്കാം, യേശുവാകുന്ന എൻ്റെ സഹോദരനോട് സംസാരിക്കാം, എൻ്റെ എപ്പോഴും കൂട്ടാളിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നിരന്തരം സംസാരിക്കാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പോൾ സത്യത്തിൽ എങ്ങനെയാണെന്നറിയാം, ഒത്തിരി ആളുകളുള്ളൊരു വീട്ടിനകത്ത് നമ്മൾ കയറി ചെന്നു, ആരോടും മിണ്ടാതെ അവിടെ നിന്ന് വല്ലതും തരണേ എന്ന് പറയുന്ന പോലെ വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്നത്.
മനസ്സിലായില്ല. ഒത്തിരി ആളുകളുള്ളൊരു വീട്ടിൽ നമ്മൾ കയറി ചെന്നു. അവിടുത്തെ വീട്ടിലെ അപ്പനെ അറിയത്തില്ല, വീട്ടിലെ സഹോദരനെ അറിയത്തില്ല, ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആളെ അറിയത്തില്ല, അവിടുത്തെ ഫുൾ ഡ്യൂട്ടി നോക്കുന്ന ദൂതന്മാരെ അറിയത്തില്ല. അതിനകത്ത് കയറി ഇരുന്നിട്ട് വെല്ലം തരണേ എന്ന് പറഞ്ഞ് ആരോടും മിണ്ടാതിരിക്കുന്ന ഒരാളെ പോലെയാണ് ഇപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്തായിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇനി ഇത് സിമ്പിൾ ആക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും വീർപ്പൂട്ടിയിരിക്കുന്നു, ഒന്ന് കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. Are you following me? ചില ആളുകളുടെയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പിശാചിനോട് നമ്മൾ സംസാരിക്കാറുണ്ടോ? ആത്മഗോളവുമായിട്ട് നമുക്ക് വല്ല ബന്ധമുണ്ട്, സത്യത്തിലുണ്ട്, പക്ഷേ അത് എക്സ്പോസ്ഡ് അല്ല. നമുക്ക് ആത്മഗോളമായിട്ട് വല്ല ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യേശുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രശ്നം വരുമ്പോൾ കർത്താവേ എന്താ നീ ഇങ്ങനെ എന്ന് നമ്മൾ പറയാറുണ്ട്. കർത്താവേ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ കർത്താവിനോട് പറയാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളവരെന്ന് കരയുയർത്തിക്കേ. പിന്നെ നമ്മൾ ആദ്യം സംസാരിക്കാത്ത ആൾ ആത്മഗോളത്തിലുള്ളതിൽ അത് പൈശാചിക ലോകത്തിലുള്ള പിശാചിനോടാണ്. നമ്മൾ പറയും ഞാൻ പിശാചിനോട് മിണ്ടാറേ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കർത്താവിനേക്കാൾ കൂടുതൽ മിണ്ടുന്നത് പിശാചിനോടാണ് നമ്മൾ. അതെങ്ങനെയാ ബ്രദറെ? പറയാം. നിങ്ങളുടെ അകത്തേക്ക് ഒരു ടെംപ്റ്റേഷൻ വന്നു. ആ ടെംപ്റ്റേഷൻ വന്നപ്പോൾ നിങ്ങൾ ദൈവ വൈതലാണെങ്കിൽ പറയും പിശാച പരിപാടി നടക്കത്തില്ല, പോയി മാറിയേക്കടാന്ന് പറയും. അപ്പോൾ പുള്ളി പറയാം അല്ല എനിക്ക് നിന്നെ വേണം. അപ്പോഴേക്കും വേറൊരു ചിത്രം കൂടെ പുള്ളി കൊണ്ട് കാണിക്കും. അപ്പോൾ പുള്ളി അറിയാതെ കുറച്ചേരം നോക്കി, അയ്യോ വേണ്ട എന്നായി, കർത്താവ് ഞാൻ തെറ്റ് ചെയ്തെന്നായി. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ? ഇല്ലാത്തവർ മീറ്റിംഗ് കഴിയുമ്പോൾ എന്നെ കാണണം, നിങ്ങളൊരു സ്പെഷ്യലായിരിക്കും. കാരണം എവിടുന്നോ മേളിൽ നിന്ന് അങ്ങനെ വീണ ആളുകളാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ആർ യു ഫോളോയിങ് മീ? അപ്പൊ പിശാച് നമ്മളോട് നിരന്തരം നമ്മളോട് സംസാരിക്കാറുണ്ട്. പിശാചിനെ നമ്മൾ ചില ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പിടികൊടുത്ത് കാണാം. പക്ഷെ മിക്കവാറും വിശ്വാസിയാണ് എങ്കിൽ, ശുശ്രൂഷകനാണ് എങ്കിൽ അവനോട് പോടാ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ ഇടവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ഡെവിൾ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനേക്കാൾ ആ പിശാചിനോട് കോൺവെർസേഷൻ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൂതന്മാരോട് എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നയാളാ. ഇത് നിങ്ങളുടെ തലയിലേക്ക് ശരിക്ക് വരണം. പിശാച് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ നിൽക്കുന്നയാളെ ടെംപ്റ്റേഷനുകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ. എന്നാൽ വേറൊരാളുണ്ട് പിശാചിനെ പോലെ എന്നെ ഏത് സമയം ഡിസ്റ്റർബ് ചെയ്യുന്ന പിശാചിനെ പോലെ എന്നെ ഏത് സമയം സഹായിക്കാൻ നിൽക്കുന്ന വേറൊരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ പേര് ഏഞ്ചൽസ് എന്നാണ്. അവരുമായി നമുക്കൊരു കോൺവെർസേഷൻ ഇല്ല. നമ്മൾ ആരെങ്കിലും ദൂതന്മാരോട് സംസാരിക്കാറുണ്ടോ? നോ. അതിന്റെ കാരണം ദൂതന്മാരോട് സംസാരിച്ച് നമ്മൾ തെറ്റിപ്പോകുന്ന നമ്മൾ വിചാരിക്കുന്നത്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞവരാകെ കൊഴിഞ്ഞുപോയി. ഈ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് വിവേചിപ്പെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ കുറച്ചും കൂടെ ഡീപ്പായി പോകും. ഒരു നല്ല ഹാലുലിയ പറഞ്ഞാട്ടെ. പക്ഷെ നമ്മൾ ദൈവദൂതന്മാരോട് സംസാരിക്കാറില്ല. കാരണം അങ്ങനെ സംസാരിക്കാമെന്നും അവർ നമ്മളോട് സംസാരിക്കുമെന്നും നമ്മുടെ തലയിലില്ല. നമുക്ക് ഏക കാര്യം അറിയാവുന്നത് ദൈവത്തോട് അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് കേൾക്കുന്ന പരിപാടിയില്ല. യേശുവിനോട് അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് കേൾക്കത്തില്ല. ഈ രാജ്യത്തിനകത്തേക്ക് കയറിയാൽ അവിടെ ഈ കാണുന്ന ആളുകളോട് വർത്തമാനം പറയുന്നത് പോലെ ഒരു ലോകത്തിനകത്തേക്കാണ് ഞാൻ കയറിയത്. എൻ്റെ ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക, അദ്ദേഹം ഒരു രാജ്യത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏഞ്ചൽ പറഞ്ഞു, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഏഞ്ചലിനെ അറിയാൻ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന്. തലയിൽ കൂടെ ഗ്യാസ് പോയ പോലെ തോന്നി എനിക്ക്. Are you following me? എന്ന് പറഞ്ഞാൽ അത്രത്തോളം അങ്ങോട്ട് പോകണ്ട അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ കയറി ചെന്ന ആത്മഗോളം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ കാണുമ്പോൾ ഞാൻ ജൂലിയെ കണ്ടിട്ട് എന്തുകൊണ്ട് ജൂലിയ എന്ന് ചോദിക്കുന്ന പോലെ, അപ്പുറത്ത് ജൂലിയുടെ മമ്മിയുടെ പേരുന്നു സിന്ധുവൊക്കെ കണ്ടിട്ട് ചോദിക്കുന്ന പോലെ, അപ്പുറത്തിരിക്കുന്ന ലിജിയെ കണ്ട് ചോദിക്കുന്ന പോലെ, എനിക്ക് പരിചയമുള്ള ആൾക്കാരോടെല്ലാം സംസാരിക്കുന്ന പോലെ ഞാൻ അകത്തോട് കയറി ചെന്നുണ്ട് മിഖായേലിനോടും ഗബ്രിയേലിനോടും കൂടുള്ള ഏഞ്ചൽസിനോട്, എന്നെ സഹായിക്കുന്ന ആളുകളോടും പിതാവിനോടും പുത്രനോടും സംസാരിക്കുന്ന ഒരു ആ ഫെലോഷിപ്പിനകത്തേക്കാണ് എന്നെ ദൈവം വിളിച്ചതെന്നാണ് യോഹന്നാന്റെ ലേഖനം പറയുന്നത്. നിങ്ങൾക്ക് എവിടെ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നുണ്ടോ?
ഉണ്ടെന്നുള്ളവരുന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ചേ. നോക്ക, സത്യത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആ സഹായത്തിനായി അവരോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പറയും എന്നെ സഹായിക്കുന്നു പറയുന്ന ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ ചോദിക്കേ. അടുക്കളയിൽ പോകുമ്പോൾ മീൻ വെട്ടാൻ നേരത്ത് കർത്താവേ എനിക്ക് മീൻ വെട്ടാൻ എന്നെ ഇന്ന് കൈ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമുണ്ട്, മീൻ വെട്ടാൻ സഹായിക്കാൻ പറയും. എന്നിട്ട് കത്തി എടുത്തൊന്ന് വെട്ടാൻ തുടങ്ങുക. നിങ്ങളുടെ കൈ ചലിക്കുന്നതും വ്യത്യസ്തമായി. ഐ എം ഷുവർ, ട്രൈ. നിങ്ങളുടെ A-Z കാര്യത്തിലും സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് കർത്താവേ ഇങ്ങനെയൊക്കെ ദൂതന്മാർക്കും അല്ലെങ്കിൽ ആത്മഗോളത്തിന് സഹായിക്കാൻ പറ്റുമോ? പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുവോ, നമ്മളെ എങ്ങനെയൊക്കെ പിശാചിനെ തളർത്താൻ പറ്റുമോ, എവിടെയൊക്കെ പിശാചിനെ ക്ഷീണിപ്പിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആളുണ്ടോ. ഇത് ഇനി വിശദീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നവരൊന്ന് ചുണയായി കൈയടിക്കണം, ഒരു ആമേൻ പറയണം. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായോ? എവിടെയൊക്കെ നിങ്ങൾക്ക് പിശാച് ഇടർച്ച വയ്ക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് കാറ്റഗറി ഒരു ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെ നിങ്ങൾ ആക്സസ് ചെയ്താൽ അവിടെ എവിടെയും നിങ്ങൾ തോക്കത്തില്ല, സക്സസ് നിങ്ങളുടേതാകാനേ തുടങ്ങും. ഈ പെണ്ണ് കാണാൻ വിടാൻ നേരത്താ എലയാസറിനോട് കൂടെ പറയാ, എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന ദൂതൻ നിന്റെ മുമ്പിൽ നിന്ന് പോകും, നീ ചെന്ന് കാണുന്ന പെണ്ണ് എൻ്റെ മോനുള്ളതായിരിക്കും, ഗോ. പെണ്ണ് കാണാൻ വരെ ദൂതനെ വിട്ടു കളഞ്ഞു. സീരിയസ്ലി എന്ന് പറയാൻ തൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആ ഹെവൻലി ആണ്, സ്വർഗീയമാണ് എന്ന് ആർക്കറിയാമായിരുന്നു? എന്നാൽ ക്രിസ്ത്യാനിയായ നമുക്ക് ഇപ്പോഴും ആ കാര്യം അറിയത്തില്ല. നമുക്കറിയാവുന്നത് പ്രാർത്ഥിക്കും എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ദൈവരാജ്യത്തിനകത്താണ്, ആത്മലോകത്തിനകത്താണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. കുറച്ചു പേരെങ്കിലും എന്നോടൊപ്പം എത്തിയെങ്കിൽ ഒന്ന് അല്പനേരം ആരാധിച്ചിട്ട് പറ, ഞാൻ ആത്മലോകത്തിനകത്താണ്, ഞാൻ ആത്മലോകത്തിനകത്താണ്. എന്നാണ് ഞാൻ ആത്മലോകത്തിലേക്ക് വന്നേ? കഴിഞ്ഞ ആഴ്ച ഒരു ട്രെയിനിങ് നടത്തി. രണ്ടുപേര് വരാമോ? രണ്ടുപേര് വരാം. അന്നമോള് വരാമോ? നീ അങ്ങേറ്റത്ത് നിന്നൊക്കെ ഇവരൊരു വാതിലായി നിന്നാൽ മതി, ഈസി ആയിരിക്കും കാര്യം. എന്നെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കാം, യേശു പറഞ്ഞു ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ആരെങ്കിലും എന്നിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ പിന്നെ അയാൾ രക്ഷപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ എന്നല്ല, ആരെങ്കിലും ഇതിനകത്തേക്ക് കയറിപ്പോയാൽ, ഈ സ്ഥലത്തേക്ക് വന്നാൽ അയാൾ ആ നിമിഷം എന്ത് ചെയ്യും? കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കാം അവിടെ മോനെ. ആ ആൾ എന്ത് ചെയ്യും? അയാൾ രക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ആത്മലോകത്തിലേക്ക് കയറിയ, ഈ രാജ്യത്തിനകത്തേക്ക് കയറിയ ഒരാൾ പിന്നെ കഷ്ടപ്പെടത്തില്ല, രക്ഷപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിനൊരു നല്ല ആമീൻ പറ. വേറെ ആളോട് കൂടെ പറ, നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. സീരിയസ് ഒരു ഹല്ലേലൂയ പറ. എങ്ങനെയാ? നിക്കോദീമസിനോട് കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിനകത്തേക്ക് ദൈവരാജ്യം അയാൾക്ക് കാണാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്തയാൾ ഈ ലോകത്തിന് പുറത്താണ്, എന്നാൽ വീണ്ടും കാണുന്നയാള് ഇതിനകത്താണ്. നിങ്ങൾ ആരെങ്കിലും വീണ്ടും ജനിച്ചവരാണോ? അവരുടെ കൈയൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആരെങ്കിലും പുതുതായി ജനിച്ചവരാണോ എങ്കിൽ അവർക്ക്, ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നത്, അവർക്ക് ഈ രാജ്യം കാണാം. എടുത്തിരിക്കുന്നവരോട് പറ, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നോളെ നിങ്ങൾ കൈ പിടിക്കണം എന്നില്ല, അവർക്ക് ആളുകൾക്ക് മനസ്സിലായി. നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിനകത്തേക്ക് വന്നാൽ പുറത്തുനിന്ന് നിന്നേ, പുറത്തെ ലോകം ഇവൾക്ക് ഇപ്പൊ കാണാം, എനിക്കും നിങ്ങൾക്കും കണ്ണുള്ളതുപോലെ കാണാം. എന്നാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇതിനകത്തു വന്നാൽ ദൈവരാജ്യം കാണാം. ആംപ്ലിഫൈഡ് ബൈബിൾ പറഞ്ഞത് ഇങ്ങനെയാ, കാണാന്ന് മാത്രമല്ല അനുഭവിക്കാം.
ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ, ഇന്ന് പകൽ മുതൽ ചിലരാ കാര്യം അനുഭവിക്കാൻ തുടങ്ങും. ചിലരാ കാര്യം അനുഭവിക്കാൻ തുടങ്ങും. ചിലരാ കാര്യം കാണാൻ തുടങ്ങും. ഞാൻ നിങ്ങളോടൊരു ദൂതും കൂടെ പറയട്ടെ. ഒരു ദൈവദാസന് നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട കണ്ണു തുറക്കാൻ. നിങ്ങളുടെ മേൽ ഒരു കൃപാവരം വരാൻ എനിക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവരാജ്യത്തിനകത്തേക്ക് വന്നാൽ സകലർക്കും കാണാം. കാരണം സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകുകയാ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ആഴ്ച പറയാന്ന് വിചാരിച്ച കാര്യമാ, എങ്കിലും പറയുക. ജോയിന്റെ മോള് യേശുവിനെ കുറിച്ച് കേട്ടു, മനസ്സിലായോ? ഇവൾക്ക് എങ്ങനെ മനസ്സിലായി ഇവളുടെ പാപങ്ങൾ യേശു കഴുകിയെന്ന്? ഇവളുടെ അകത്ത് അത് മനസ്സിലായി അല്ലേ? ആണെന്നോ അല്ലെന്നോ? ഇവള് കണ്ടോ 2000 കൊല്ലം മുമ്പ് യേശു മരിച്ചത്? ഇവൾക്ക് അകത്ത് മനസ്സിലായതോടുകൂടെ ഇവള് പറഞ്ഞു, ഇനി എനിക്ക് നിന്നെ വേണമെന്ന്. ഈ തലച്ചോറാണോ പറഞ്ഞേ, ആത്മാവാണോ പറഞ്ഞേ? തലച്ചോറാണേ പറഞ്ഞേനെ 2000 കൊല്ലം മുമ്പ് മരിച്ച ആള് എൻ്റെ പാവം അങ്ങനെ എഴുതുന്നേ, പുള്ളിയുടെ രക്തം ഇത്രയും ആളുകളുടെ ദേഹത്ത് ഒഴിക്കാൻ പറ്റൂ? തലച്ചോറതേ പറയത്തുള്ളൂ. പക്ഷെ അകത്തെ ആള് പറഞ്ഞു, അല്ല, ആ രക്തം എൻ്റെ സകല പാപത്തെയും ശുദ്ധീകരിച്ചെന്നാണ്. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് എൻ്റെ അകക്കണ്ണ് പ്രകാശിച്ചെന്നാണ്. എൻ്റെ അകത്തെ കണ്ണ് തുറക്കാതെ സുവിശേഷം കേൾക്കുമ്പോഴാ ആ അകക്കണ്ണ് തുറക്കുന്നേ. അകക്കണ്ണ് തുറക്കാതെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആരെ യേശു എന്ന് പറയത്തില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവ് ആർക്കും പറയാൻ പറ്റത്തില്ല. സോ സുവിശേഷം കേട്ട സെക്കൻഡ് മുതൽ, ഞാൻ അടുത്ത ആഴ്ച ആഴത്തിലെടുക്കാം, അത് യേശുവിലേക്ക് വന്ന ദിവസം മുതൽ നിങ്ങളുടെ അകത്തെ കണ്ണ് തുറന്നു. അകത്തെ കണ്ണ് മാത്രമല്ല തുറന്ന്, നിങ്ങളുടെ ചെവിയും തുറന്നു. ഒന്ന് ഉറക്കെ പറ. കുറച്ചും കൂടെ മനസ്സിലാക്കി തന്നെ അടുത്ത ആഴ്ച ശ്രമിക്കാൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ. വേദോസം പറയുന്നത് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുവാ. കേൾവി, കേൾക്കാനുള്ള കഴിവ്, അതിനെ കേൾവി എന്ന് വിളിക്കുന്നേ. കേൾക്കാനുള്ള കഴിവിനെയാ കേൾവി എന്ന് വിളിക്കുന്നേ. സുവിശേഷം കേൾവിയാല. ഞാൻ സുവിശേഷം പ്രസംഗിച്ചപ്പോ ആ കേട്ടത് നിമിത്തമാണ് സുവിശേഷം. പക്ഷെ കേൾവി ഉണ്ടായത്, കേൾവിയോ സുവിശേഷം പറഞ്ഞപ്പോ ആരും കേൾക്കുമല്ലോ ചെയ്തേ, പിന്നെങ്ങനെ കേൾവി ഉണ്ടാകുന്നേ? ഈ ചെവിയെ കുറിച്ചല്ല പറയുന്നത്, അകത്തെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അകത്തെ മനുഷ്യന്റെ ചെവി തുറന്ന ദിവസമാണ് യേശുവിനെ കുറിച്ച് കേട്ട ദിവസം. അതുകൊണ്ടാണ് പറയുന്നത് ദാവീദിനെ പ്രസംഗിച്ചാൽ രക്ഷിക്കപ്പെടത്തില്ലെന്ന്, മോശയെ പ്രസംഗിച്ചാൽ രക്ഷിക്കപ്പെടത്തില്ല. കാരണം ചെവി തുറക്കണമെങ്കിൽ യേശുവിനെ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ദാവീദിനെയോ മോശയോ പറയേണ്ടതാണോ? അല്ല. അപ്പൊ ഒരാൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ ആ സെക്കൻഡ് മുതൽ അയാളുടെ കണ്ണു തുറക്കും. ഒന്ന് ഒരു നല്ല ആമേൻ പറഞ്ഞേ നിങ്ങള്. ഒന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് ഒന്ന് കൈ വെച്ചിട്ട് പറഞ്ഞ്, എൻ്റെ അകത്തെ കണ്ണുകളും അകത്തെ ചെവിയും തുറന്നതാണ്. ഒന്നും കൂടെ പറ, എൻ്റെ അകത്തെ കണ്ണുകൾ തുറന്നതാണ്. എനിക്ക് ആത്മലോകത്തെ കാണാം, എനിക്ക് ആത്മലോകത്തെ കേൾക്കാം. ഒരു സ്പെഷ്യൽ പ്രാർത്ഥന അതിന് വേണ്ട. പറ, ഒരു സ്പെഷ്യൽ പ്രാർത്ഥന അതിന് വേണ്ട. എനിക്ക് ആത്മലോകത്തെ കാണാം, എനിക്ക് ആത്മലോകത്തെ കേൾക്കാം. എന്റെ ആകെ കണ്ണ് യേശുവിലേക്ക് വന്നപ്പോൾ തുറന്നതാണ്. ഓ കമോൺ, കൈ അടിച്ചൊരു നല്ല ആമേൻ പറ. ആ കരങ്ങൾ ഉയർത്തിട്ട് പറ, എന്റെ കണ്ണ് തുറന്നതാണ്. 5-6 പ്രാവശ്യം പറ, 5-6 പ്രാവശ്യം പറ. നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ 3-4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായി. ഇരുന്നോടെ പിള്ളേരെ, നീ നിൽക്കൂടെ, നിങ്ങൾ ഇരുന്നു. നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടായി, അന്യഭാഷയുണ്ടായി. ഈ ലോകത്തിലെ ഭാഷയാ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ആത്മലോകത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഷയാ. അപ്പൊ മലയാളത്തിൽ പറഞ്ഞ ദൈവത്തിന് നിങ്ങൾ സ്പിരിറ്റിൽ പറയണം പറയുന്നത്.
ബുദ്ധിയിൽ നിന്ന് സംസാരിച്ചാൽ അവിടെ ഓടത്തില്ല, കാരണം അത് ബുദ്ധിയിലുള്ള ലോകത്തിലേ ഓടത്തുള്ളൂ. പക്ഷെ അകത്തിൽ നിന്ന് വരുന്ന സ്പിരിറ്റിൽ സംസാരിച്ചാൽ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ആത്മലോകത്തിന്റെ ഭാഷയാ അത്. ആത്മലോകത്തിന്റെ അടുത്ത ഭാഷയാണ് ദൈവത്തോട് ഞാൻ സംസാരിക്കുന്ന ഭാഷ. അന്യഭാഷയിലാണ് എങ്കിൽ ആ അന്യഭാഷയിൽ വ്യാഖ്യാനം വരും. അത് ദൈവം എന്നോട് പറയുന്ന ഭാഷയാ. കഴിഞ്ഞു. പറയണോ വീണ്ടും നമ്മുടെ? ഞാൻ അന്യഭാഷയിൽ പറയുമ്പോൾ ഞാൻ ദൈവത്തോടെ സംസാരിക്കുന്നേ. പക്ഷെ ആ ഭാഷയ്ക്കകത്ത് വ്യാഖ്യാനം വന്നാൽ ദൈവത്തിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും. ദൈവം എന്നോട് സംസാരിക്കുന്ന ഭാഷ വിഷൻ, ഡ്രീംസ്, റെവലേഷൻ, അത് ദൈവം എന്നോട് സംസാരിക്കുന്ന ഭാഷയാ. ഞാൻ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാ അന്യഭാഷ എന്ന് പറയുന്നത്. ഈ ലോകത്ത് അത് മാത്രമേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ആത്മലോകത്തിൽ അങ്ങനെയാ സംസാരിക്കാനൊക്കത്തുള്ളൂ. താങ്ക് യു. നമ്മളെ ഒരു കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ എനിക്ക് ഞാൻ വിശ്വാസി വന്നപ്പോഴേ പള്ളി വരുന്നത് ഞാൻ സഞ്ചരിച്ചിരുന്ന ആത്മലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നോ, എനിക്ക് ഇടത്തും വലത്തും എനിക്ക് ചുറ്റും ഏഞ്ചൽസ് ഉണ്ടെന്നോ, എൻ്റെ മുകളിൽ പിതാവും തുറന്ന സ്വർഗവും ഉണ്ടെന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കൊരു കാര്യം അറിയാം. ഞാൻ വാസ്തവത്തിൽ ഇവിടെ കുമാരപുരം ഏജ് ഹാളിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും വേറൊരു ആത്മലോകം എനിക്ക് ചുറ്റും തുറന്നായിരിക്കുന്നേ. എൻ്റെ കണ്ണ് ഞാൻ ഇങ്ങനെ പറയുന്നെങ്കിലും എനിക്ക് വേറൊരാളെ നോക്കുമ്പോൾ വേറൊരകത്തെ ശബ്ദം എനിക്ക് കേൾക്കാം. ഇന്നയാൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, ആ വ്യക്തിയെ നോക്കി നീ പ്രസംഗിക്കുക. എന്റെ കണ്ണ് കാണുന്ന ആ വ്യക്തിയാ, പക്ഷെ അകത്തെ കണ്ണ് കാണുന്നത് ആ വ്യക്തിയിൽ അകത്തുള്ള പ്രശ്നത്തെയാ. ഒരു നല്ല ഹല്ലേലൂയ പറയാ. ഞാൻ കുറച്ചു നേരമായിട്ട് ജൂലിയുടെ അടുക്കൽ നിൽക്കുന്ന ഒരു ഏഞ്ചലിനെ കണ്ടോണ്ടായിരിക്കുന്നേ. അവളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം അവൾക്കൊരു ഷോക്ക് അടിച്ച പോലെ അവൾക്കൊരു അനുഭവം ഉണ്ടായി കാണും. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഒരു ഏഞ്ചൽ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ അവൾക്കത് കാണാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷെ അകത്തെ കണ്ണും അതേപോലെ തുറന്നായിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇതിനെ നോക്കുമ്പോ വെള്ളി വെളിച്ചം പോലെ ഈ ഹോള് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഒരു മേഘം നിൽക്കുന്നത് പോലെ കാണാം. അതിനകത്ത് പലരുടെ അടുക്കലേക്കും ദൈവശക്തി വ്യാപരിക്കുന്നത് കാണാം. ഈ കണ്ണല്ലത് കാണുന്നത്, അകത്തെ കണ്ണാ കാണുന്നത്. ആ കണ്ണുകൾ നിങ്ങൾക്ക് തുറന്നിട്ടുണ്ട്. നിങ്ങൾ ആ രാജ്യത്തിലാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം, നമുക്ക് ആ അവയർനെസ് ഇല്ല, ബോധമില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോ ദൈവമേ എന്താ എന്നല്ല ചോദിക്കണ്ടേ, ഐ ആം ഇൻ ദ കിങ്ഡം. ഈ പ്രശ്നത്തിൽ ആരെയാ ദൈവം എന്നെ കൂടെ അസൈൻ ചെയ്തിട്ടുള്ളത്? ലോർഡ്, എങ്ങനെയാ ഞാൻ ഇതിനെ മറികടക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ദൈവമേ രക്ഷിക്കണേ, വിടുവിക്കണേ. നീ പറയേണ്ടത് ഐ ആം ഇൻ ദ കിങ്ഡം. ഞാൻ ആ സ്പിരിച്വൽ വേൾഡിലാണ്. കർത്താവേ, ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരെയാണ് നീ എനിക്കായി അസൈൻ ചെയ്തിട്ടുള്ളത്? എങ്ങനെയാ ഞാൻ മുന്നേറേണ്ടത്? ആ നിമിഷം നിങ്ങളുടെ കണ്ണുകളിൽ മനസ്സിലാവും, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടേക്കാണ് പോകേണ്ടത്. അങ്ങനെയാ ആത്മലോകം. നമുക്കറിയാവുന്ന കാര്യം, പ്രശ്നം വന്ന ജോൺ ബ്രദറിനെ വിളിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. കോൾ സെന്ററിൽ വിളിക്കാം, ഇനി ആരായിരിക്കും എടുക്കുന്നയാവും, ഇനി സിസ്റ്ററെ കിട്ടുമോ? ഇതാണ് നമുക്കറിയാവുന്ന ആത്മലോകം. പക്ഷെ നിങ്ങൾ യേശുവിനെ രക്ഷയിലേക്ക് വന്ന സമയം മുതൽ വേറൊരു ലോകത്താ വാസ്തവത്തിൽ ജീവിക്കുന്നേ. നിങ്ങൾക്ക് ശ്രദ്ധിക്കാവോ? പഴയ നിയമവും പുതിയ നിയമവും ഒരേപോലെ വായിച്ചാലും യേശു തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് സകല ജനത്തെയും ആത്മലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് കൊടുത്തിരുന്നു. അങ്ങനെ നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ 1 കൊരിന്ത്യരിലേക്ക് ഒന്ന് വരാം. അതിൻ്റെ 10-ാം അധ്യായം എടുക്കാം. 1-ാമത്തെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. ഏവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മേഘം എന്ന് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണെങ്കിൽ, സമുദ്രം എന്ന് കാണിക്കുന്നത്
അല്ലെങ്കിൽ എന്തിനെ കാണിക്കുന്നത്? ജലസ്നാനത്തെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ ആത്മാവിൽ അവർ എന്നാണോ ഈ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ വേർതിരിയപ്പെട്ടത്, അവർ വേറൊരു ലോകത്തിനകത്തേക്കാണ് കയറിയത്. വായിക്കാം നമുക്ക്. പുറപ്പാട് ദിവസം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു മരുഭൂമിക്കരെ ഏതാമിൽ അവർ പാളയം ഇറങ്ങി. വായിക്കാവോ? ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം? അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും. രാത്രിയിൽ അവർ യാത്ര ആരംഭിച്ചേ. അവർ യാത്ര ആരംഭിച്ച സെക്കൻഡിൽ when they begin, so when they began their traveling movement, അല്ലെങ്കിൽ അവരുടെ ചലനം എപ്പോ അവർ ആരംഭിച്ചോ, അവർ നേരെ കയറിയത് ഒരു ദൂതന്റെ സംരക്ഷണത്തിനകത്തേക്കാ. നിങ്ങളെന്താ അനങ്ങാത്തെ? അവർ നേരെ കയറിയത് ഒരു മേഘത്തിനകത്തേക്കാ കയറിയത്. അവരുടെ സൺലൈറ്റ് അല്ലായിരുന്നു അവർക്ക് സൺലൈറ്റ്. അവരുടെ മുകളിൽ വേറെ ഒരു കാര്യം വന്ന് അല്ലെങ്കിൽ അഗ്നിസ്തംഭം വന്ന് പ്രകാശം കൊടുത്തിട്ട് അവർക്ക് രാത്രിയിൽ പകല് പോലെ വ്യക്തം അവർ സുഖമായിട്ട് നടക്കുക. അതിനകത്തോട്ട് അവർ കയറിയത് മരുഭൂമിയിലേക്കാണെന്ന് നമ്മൾ പറയും, പക്ഷെ അവർ കയറിയത് നേരെ കർത്താവിന്റെ രാജ്യത്തിനകത്തേക്കാണ് എന്ന് പറഞ്ഞ പഴയ നിയമം നിഴലായിട്ടായിരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ എത്ര ശക്തമായിരിക്കും പുതിയ നിയമം എന്ന് പറയുന്നത്. നമുക്ക് പുറപ്പാട് ദിവസം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുൻപായി നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. എന്നെ ശ്രദ്ധിക്കാം. അവരുടെ മുമ്പായ പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. അവരുടെ പിന്നിലേക്ക് പോയി. മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പിമ്പിലേക്ക് പോയി. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ നിന്നു. ഒന്ന് ശ്രദ്ധിക്കുക. 2 പേര് വരാ, 2-3 പേര് വരാ, ഓടിവാ. ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ. ഇത് ശ്രദ്ധിച്ച ഞാൻ ജസ്റ്റിൻ ബ്രദർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനവാ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് ഇടയിൽ നിൽക്കുന്ന ദൈവദൂതന, ഇത് മിസ്രൈമിലെ ജനവാ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവരുടെ ഇടയിൽ നിൽക്കുന്നൊരു കവറിങ് കണ്ടോ? ഇവർ ഇതിനകത്ത് കയറിയത് മുതലേ ഈ ലോകമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവർ ജീവിക്കുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടാ. ഒന്ന് കൈയടിക്ക്, ഒരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത് മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായിട്ട് ഇവരെ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത്. അവർ കവേർഡാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ നിങ്ങളും ഞാനും അഗ്നി മതിലിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാ. കാണുന്നില്ലെങ്കിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങൾക്ക് ഞാനും അതുകൊണ്ടാണ് നിന്നെ തൊട്ട ആ കളി തീക്കളിയാവൂന്ന് പറയാൻ കാരണം, ഇതിനകത്തേക്ക് ഒരുത്തിന് കയറാൻ പറ്റത്തില്ല. തൊട്ടാൽ ആ കാര്യം സീരിയസ് ആകും. കാരണം ഇതിനകത്ത് കയറണമെങ്കിൽ പറ്റത്തില്ല, തൊട്ടാൽ അവന്റെ കാര്യം പോക്കാം. അടുത്തിരിക്കുന്നവരോട് പറ, തൊട്ടാൽ അവന്റെ കാര്യം പോക്കാന്ന് പറ. അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. സീരിയസ് ആണ് കാര്യം. നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ അവന്റെ കാര്യം പോക്കാവാതിരിക്കത്തുള്ളൂ. നമ്മൾ പറയണ കർത്താവേ അവനെ ഇല്ലാതാവരുത്, അവൻ നശിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ല എങ്കിൽ കയറി തൊടുന്നത് നിന്നെയല്ല തൊടുന്നത്, നിന്റെ പുറകിലുള്ള ഫെൻസിങ്ങിനെയാ തൊടുന്നേ. നിന്നെയല്ല തൊടുന്നത്, നിന്നെ കവർ ചെയ്തിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെയാ. ഈ രാജ്യത്തിനകത്തേക്ക് ഒരു ദുഷ്ടതയും കയറത്തില്ല. ഇന്ത്യയുടെ ഫെൻസിങ് പോലെയല്ല. ചൈനയ്ക്ക് തുറക്കാനോ പാകിസ്ഥാന് തുറക്കാനോ പറ്റുന്ന, എവിടെയെങ്കിലും തുറക്കാൻ പറ്റുമായിരിക്കാം. നമ്മുടെ രാജ്യത്തെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഗവൺമെന്റിന് സ്തോത്രം. പക്ഷെ ഞാൻ പറയാം, ഒരുപക്ഷെ മാനുഷികമായി അവർക്ക് അത് സാധിച്ചാൽ ഇത് അതിനേക്കാൾ വലുതാ. ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. സ്വർഗീയ പ്രൊട്ടക്ഷനിലാണ്. നീ അതിനകത്താ ഇരിക്കുന്നേ. അതുകൊണ്ടാ യേശു പറഞ്ഞേ,
കൊളോസ്യ ലേഖനങ്ങൾ പറഞ്ഞ് പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിന്നെ ആക്കിയിരിക്കുക. വേറെ വാക്കിൽ പറഞ്ഞത്, ബലവാന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ അവന്റെ ബലവാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവനെ വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ബലവാന്റെ കയ്യിൽ നിന്ന് നീ പുറത്തു വന്നു കഴിഞ്ഞു. യേശു പറഞ്ഞു, ബലവാന്റെ കയ്യിൽ നിന്ന് പിടിവിച്ചാൽ അതിലും ബലമേറിയവൻ വന്ന് വിടുവിച്ച. ഈ സഹോദരങ്ങളെ, യു ആർ പ്രൊട്ടക്റ്റഡ്, യു ആർ ഇൻ ദ കിങ്ഡം, യു ആർ ഇൻസൈഡ്. എന്റെ വിഷയം അവിടെയല്ല. ഈ ആള്, ഇസ്രായേൽ എന്ന് പറഞ്ഞ ആള് എന്ന് ഇതിനകത്ത് കേറിയോ അന്നു മുതൽ ഇയാൾക്ക് അഗ്നിസ്തംഭവും കാണാം, മേഘസ്തംഭവും കാണാം. ഫിസിക്കൽ ഐസ് പോലെ ഇവരുടെ സ്പിരിച്വൽ ഐസ് തുറന്നു. ഇവര് പിന്നീട് നടക്കുന്നത് അഗ്നിസ്തംഭം കണ്ട, മേഘസ്തംഭം കണ്ട, അഗ്നിസ്തംഭം കണ്ട, മേഘസ്തംഭം കണ്ട. നിന്നോടുള്ള ദൂത്, നീ അഗ്നിസ്തംഭം കണ്ട, മേഘസ്തംഭം കണ്ട നടക്കേണ്ടത്. അതാണ് ദൈവവിളി. സംതിങ് സൂപ്പർനാച്ചുറൽ. നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടില്ല എന്ന് നമ്മുടെ തലയിൽ വിചാരമുണ്ട്. നോ, ആൾറെഡി അവർ ഐസ് ആർ ഓപ്പൺഡ്. ഇനി തുറക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അങ്ങനെ അതൊക്കെ ഏതോ ദൈവദാസന്മാർക്ക് മാത്രമുള്ള ഏതോ ഒരു സാധനമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ല, ആ ദിവസം മുതൽ എൻ്റെ കണ്ണ് തുറന്നായിരിക്കുന്നത്. അകത്തെ കണ്ണ് തുറന്ന് നോക്ക്. അപ്പൊ നിനക്ക് തോന്നും. അപ്പൊ നിങ്ങൾ പറയും, എനിക്ക് തോന്നുന്നതായിരിക്കാം എന്ന് പറയരുത്. അത് തോന്നുന്നതാണ്. അത് ദൈവം നിന്റെ അകത്ത് തോന്നിപ്പിക്കുന്നതാണ്. നിന്റെ അകത്ത് ചുറ്റുമുള്ള ആ കവറിങ് നിനക്ക് മനസ്സിലാക്കി തരികയാ. ബിലീവ് ഇറ്റ്, ബിലീവ് ഇറ്റ്. സൗരങ്ങൾ, എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ആ ഫോൺ ആക്ടിവേറ്റ് അല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്ലാൻ തീർന്നു പോയി. ഞാൻ പ്രദീപിനോട് വിളിച്ചു പറഞ്ഞു, പ്രദീപേ ഫോൺ ചത്തുപോയി, ഒരു പ്ലാൻ എന്ത് പറയുക, റീചാർജ് ചെയ്യണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രദീപ് റീചാർജ് ചെയ്തു. ആ സമയം മുതൽ എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. അവർക്ക് അവിടെ ലൈൻസ് ഇല്ലാഞ്ഞിട്ടല്ല കോൾസ് വരാഞ്ഞത്, എൻ്റെ ഫോണിൻ്റെ കണക്ടിവിറ്റി പോയതാണ്. ദൈവദൂതന്മാർ ഇവിടെ ഉണ്ടോ? ദൈവം അവിടെ ഉണ്ട്. പക്ഷെ ഞാനും ദൈവദൂതന്മാരുമായി സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചലിനോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് ചെന്നിട്ട് നമുക്കങ്ങനെ മിണ്ടിയ തെറ്റിപ്പോകുന്ന പേടിയാ. ബൈബിളിലെ അങ്ങനൊരു സ്ഥലത്ത് തെറ്റിപ്പോകുന്ന എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ദൂതന്മാരോട് സംസാരിച്ചപ്പോൾ ദൂതന്മാരെ ആരാധിച്ചാലേ തെറ്റായി പോകത്തുള്ളൂ. ദൂതന്മാരെ തെറ്റായി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദൂതന്മാർ തന്നെയാ യോഹന്നാനെ തിരുത്തിയത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഏത് ആത്മാവാണ് അതെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ ശക്തനാണ്. ഞാനെങ്ങനെയാ തെറ്റിപ്പോകുന്നേ? എന്തിനാ തെറ്റേണ്ട കാര്യം? നിങ്ങളെന്താ അനങ്ങാത്തെ? ഒന്ന് ചുണയായി കൈയടിക്കേ. എനിക്ക് ചിലരോടൊരു ദൂത് പറയാനുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഒന്നും കൂടെ ഒന്ന് വരാമോ? ഇത് ഇസ്രായേൽ ജനമാണെന്ന് വിചാരിക്കേ. ഇത് മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. ശത്രുവാണ് പുറകിൽ നിൽക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശത്രുവിനെ ശത്രു ഇവന്റെ മുറകെ ഒരു പ്രഷർ കൊണ്ടുവന്നു. പക്ഷേ ആ പ്രഷറിന്റെ നടുവിൽ സ്വർഗം നിപ്പുണ്ട്. Can I repeat it? മിസ്രയീം സൈന്യം ഇവരുടെ പുറകിൽ വരുമ്പോ ഇസ്രായേൽ ജനത്തിന് കാണാൻ അവരുടെ പുറകെ വരുന്ന സൈന്യത്തെ. പക്ഷെ ആ പ്രഷറിന്റെ നടുവിൽ വേറൊരുവൻ വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ഇനി പുറകോട്ട് നോക്കേണ്ട കാര്യം ബൈബിളിൽ എഴുതിയിട്ടില്ല കേട്ടോ, ഞാൻ പറയുക. പുറകോട്ട് ഇനി നോക്കേണ്ട കാര്യമില്ല, പുറകിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നിനക്ക് വരുന്ന സകലത്തിനെയും നോക്കാൻ ഒരുവൻ നിന്റെ പുറകിലുണ്ട്. നീ കാണേണ്ടത് നിന്റെ മുമ്പിൽ തുറന്നു വരുന്ന ചെങ്കടലാണ്. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, നീ ഭയപ്പെട്ടിരുന്ന ചെങ്കടൽ വിഭാഗിക്കപ്പെടാൻ പോകുന്നു. നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി വിഭാഗിക്കപ്പെടാൻ പോകുന്നു.
വേദപുസ്തകം പറയുന്നത് ഞാൻ പറയട്ടെ, രണ്ട് ചിറ പോലെ രണ്ട് സൈഡിൽ നിന്നു എന്നാ, അണക്കെട്ട് പോലെ രണ്ട് സൈഡിൽ നിന്നു എന്നാ. എന്ന് പറഞ്ഞാൽ നിന്നെ മുക്കിക്കളയുന്നു എന്ന് പറയുന്ന സാഹചര്യം തന്നെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പോവാ. നിന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന അത് തന്നെ നിനക്ക് കാവൽ നിൽക്കാൻ പോവാ. നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന അത് തന്നെ നിനക്ക് ബലം തരാൻ പോവാ. നിന്നെ എവിടെയാണ് കുഴിച്ചു മൂടുമെന്ന് പറയുന്നത് അവിടെ തന്നെ നീ ഉയർന്നു വരാൻ പോവാ. ഇത് ഞാൻ ചിലരോടുള്ള ദൂതാ പറയുന്നേ. നീ എവിടെയാണോ മുക്കിക്കളയുമെന്ന് പറഞ്ഞത് അത് നിനക്ക് വേണ്ടി വഴി തുറന്നു തരും. ഏതാണോ നിന്നെ മുക്കുമെന്ന് പറയുന്നത് അതിലൂടെ ഒരു വഴി തുറന്നു വരും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ബിസിനസ് ആണോ, ജോലിയാണോ, കടഭാരമാണോ, ആ സ്ഥലത്തിന്റെ നടുവിലൂടെ യഹോവയ്ക്കൊരു വഴിയുണ്ട്. ചുഴലിക്കാറ്റിന്റെ നടുവിൽ, ഓ കൊടുങ്കാറ്റിന്റെ നടുവിൽ അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവനാ. അവൻ ചെങ്കടലിന്റെ നടുവിൽ വഴി തുറന്നത് കാണാ. എനിക്ക് നിങ്ങളോട് ചിലരുടെ ദൂത് പറയാനുണ്ടോ? ഈ മാർച്ച് ഒരാഴ്ചയും കൂടെ തീരാനുള്ളൂ. പക്ഷേ ഈ മാർച്ച് അവസാനിക്കുന്ന 31-ാം തീയതി തീരുന്നേക്കാൾ മുമ്പ് ചിലരുടെ ജപ്തി നീങ്ങിപ്പോകും, ചിലരുടെ കെടുതികൾ നീങ്ങിപ്പോകും, ചിലരുടെ പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാകും, ചില വസ്തുവകകൾ വിറ്റുപോകും, ചില കെടുതികൾ മാറിപ്പോകും, ചില വിവാഹങ്ങൾ ഒരുങ്ങി വരും, ചില എബ്രോഡ് യാത്രകൾ തുറന്നു വരും. ഇതുവരെ ഇല്ലാത്തത് ഓപ്പൺ ആകും. കൂടെ ഉള്ളവർക്ക് കൈ അടിച്ചും കർത്താവിനെ ആരാധിച്ചും ഇരിക്കാം. ഇസ്രായേലിന്റെ ജനത്തോട് ചോദിക്കാം, പുറകെ നോക്കി എന്താ കാണാനുള്ളത്? അവര് പറയും തേജസ്സാ കാണാനുള്ളത്. മുമ്പേ നോക്കി എന്താ കാണാനുള്ളത്? അവര് പറയും കർത്താവിന്റെ കൈ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ നീട്ടിയ കർത്താവിന്റെ കൈയാ കാണാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് അവന്റെ കൈ കാണുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിധത്തിലും തകർച്ച നിന്നെ തൊടത്തില്ല, ഒരു വിധത്തിലും വേദന നിന്നെ തൊടത്തില്ല. കൈ കാണുന്നവർക്കായി സ്തോത്രം, കൈ കാണുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ നിനക്ക് തന്നിട്ടുള്ളത് വഴി കാണാനാ, മാർഗം മനസ്സിലാക്കാനാ, കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് പിടികിട്ടാനാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ കുറച്ചും കൂടെ മുന്നോട്ട് നിങ്ങൾക്ക് വായിച്ചാൽ ഒരു കാര്യം കാണാം. മിസ്രയീമർക്കൊരു കാര്യം മനസ്സിലായി. ശ്രദ്ധിച്ചോണം, ദൂത് നിങ്ങളോടാ. ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായി. തിരുവനന്തപുരത്തിനും മനസ്സിലാകും, അല്ല കേരളത്തിനും മനസ്സിലാകും. ജോൺ ദാരുവിന് വേണ്ടി ദൈവം തന്നെ ചിലത് ചെയ്യുന്നു എന്ന് മനസ്സിലാകും. നിനക്ക് വേണ്ടി ദൈവം ചിലത് നേരിട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാകും. നിന്നെ ഉപദ്രവിച്ച ശത്രുവിന് പിടികിട്ടും, അവന്റെ കൂടെ ദൈവം ചിലത് ചെയ്യുന്നു എന്ന്. ദൈവം നിന്റെ കൂടെ നിൽക്കുന്നു എന്ന് നിന്നെ ഉപദ്രവിക്കുന്നവരും പറയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിന്നെ താഴ്ത്താൻ നോക്കിയവര് പറയും ദൈവം അവന്റെ കൂടെ ഉണ്ട്. നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയവര് പറയും ദൈവം അവന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവര് തുള്ളിച്ചാടിയിട്ട് പറ, അത് ദൈവത്തിന്റെ സന്ദർശനമാ. നിന്നെ താഴ്ത്താൻ നോക്കിയവര് പറയും ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന്. നിന്നെ നശിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ നീ മാനിക്കപ്പെടും. അല്ല, നിന്നെ നശിപ്പിക്കുന്ന സാഹചര്യം നിനക്ക് തുണയാകും, നിന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യം നിനക്ക് വഴിയാകും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു നല്ല ആമേൻ പറ. കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ.
എൻ്റെ പ്രസക്തമായ ചിന്തയിലേക്ക് വന്നില്ല. ഇന്ന് നിങ്ങളോടുള്ള ചില ആലോചന പറയുമായിരുന്നു ഇത്രയും നേരം. ഞാൻ കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അവർ മരുഭൂമിയിലേക്ക് കയറുകയാണ് നമ്മുടെ തലയിലുള്ളത്. കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളപ്പടി കുറുമ്പടിമേൽ തെളിക്കപ്പെട്ടു. യേശു ആകുന്ന വാതിൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞാട്ടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തെളിക്കപ്പെട്ടു. അവർ ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. യേശു ആകുന്ന വാതിലിലൂടെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് അവര് സംരക്ഷണ വലയത്തിനകത്തേക്ക് കയറുക ചെയ്തേ. പിന്നീട് അവരെ രാത്രി തൊട്ടില്ല, പകലും തൊട്ടില്ല. പിന്നീട് അവർക്ക് രാത്രി ആയിരുന്നില്ല, പകൽ അവരെ സ്വാധീനിച്ചതുമില്ല. രാത്രി ഇറങ്ങിയപ്പോ അവർക്ക് വെളിച്ചം കാണാം, പകലിറങ്ങിയപ്പോ അവർക്ക് സാന്നിധ്യം കാണാം എന്ന് പറഞ്ഞ, കുറുമ്പടിയുടെ മേലും കട്ടളപ്പടിയുടെ മേലും രക്തം തെളിച്ച സ്ഥലത്തു നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയത് മരുഭൂമിയിലേക്കോ വേറൊരു സ്ഥലത്തിലേക്കോ ഒന്നും ആയിരുന്നില്ല. അക്ഷരികമായി ആയിരുന്നുവെങ്കിലും ആത്മീയമായി പറഞ്ഞ ദൈവത്തിന്റെ ആത്മലോകത്തിനകത്തേക്ക് അവർ കയറിയത്. ആത്മലോകത്തിനകത്തേക്ക് അവർ കയറിയത്. ദൂതന്മാർ പരിരക്ഷിക്കുന്ന, ദൈവം നേരിട്ട് നോക്കുന്ന, ദൈവം നേരിട്ട് പരിരക്ഷിക്കുന്ന, ദൈവം നേരിട്ട് പരിപാലിക്കുന്ന ഓ സ്വർഗീയ ദൂതന്മാർ, ദൈവശക്തി. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളും കയറിയത് ആ ആത്മലോകത്തിനകത്തേക്കാണ്. നമ്മളതിനെ സഭ എന്ന് വിളിച്ചു. ശരിയാ, സഭയാ. ജോൺ ദാരു ബ്രദറിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാന്ന് വിളിച്ചു. അതൊക്കെ അങ്ങനെയാ. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ഈ കണ്ണടച്ചിട്ട് മറ്റേ കണ്ണ് തുറന്നു നോക്കിയാൽ അറിയാം, കേറിയത് വെളിച്ചമുള്ളൊരു സ്ഥലത്തിനകത്തേക്കാണ്. അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല, അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അവിടെ രാത്രിയും പകലും ഇല്ല, ഒരേപോലെ വെളിച്ചമുള്ള സ്ഥലം. ആ രാജ്യത്തിനകത്ത് കേറിയ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഞാനാ നിങ്ങളുടെ ഡോക്ടർ എന്ന്. എന്നെ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനാ നിങ്ങളുടെ ഡോക്ടർ എന്ന്. 15-26 വാക്യമാണ് ഞാൻ പറയുന്നേ. പക്ഷേ വേദപുസ്തകം വിളിക്കുന്നത്, ആ രാജ്യത്തിനകത്ത് കയറിയതോടു കൂടെ അവരുടെ ബലഹീനത മാറിപ്പോയി. പിന്നീട് മുടന്തനില്ല, കുരുടനില്ല, ചെകിടനില്ല, പൊട്ടനില്ല, ഊമനില്ല, ആരുമില്ല രാജ്യത്തിനകത്ത്. ഏവരും പെർഫെക്റ്റ്. അവരിൽ ബലഹീനരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്തത്, അവരിൽ ഒരു സമ്പന്നത കുറവ് അവർക്കില്ല. അവർ റിച്ച് ആയിരുന്നു. അവരതിനകത്തേക്ക് കയറുമ്പോ അവരെ, ഇത് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചോണം. മിസ്രയീമ്യര് മരിച്ചു കിടക്കുന്ന വീട്ടിലുള്ള ആളുകള് മരണം, ശവസംസ്കാരം മാറ്റി വെച്ചിട്ട് അവരുടെ വീട്ടിലെ ധനം എല്ലാം കൂടെ വാരി കോരി കൊടുത്തിട്ട് പോയി പറഞ്ഞു, പൊയ്ക്കോ പൊയ്ക്കോ. അവർ തുടങ്ങിയത് ദൈവരാജ്യത്തിനകത്തായിരുന്നു എന്നതുകൊണ്ട് അവർ സമ്പന്നതയിൽ തുടങ്ങി. നമ്മളോ പറഞ്ഞു ദാരിദ്ര്യത്തിലാ ജീവിക്കേണ്ടതെന്ന്. ഈ രാജ്യത്തിൽ ദാരിദ്ര്യം പറ്റത്തില്ല. ഈ രാജ്യത്തിലെ രാജാവ് രാജാധി രാജാവാണ്, കർത്താധി കർത്താവാണ്. ഈ രാജ്യത്തിൽ പൊന്നും വെള്ളിയും തന്നെയാ ഉള്ളത്. വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത്. ഇതിനകത്തേക്ക് കേറിയപ്പോ പൊന്നും വെള്ളിയായിട്ട് അവര് കേറിയേ. ഈ രാജ്യം ഫിസിക്കൽ അല്ലെങ്കിലും ഈ രാജ്യത്തിനകത്തുള്ള ആളുകൾക്ക് ഫിസിക്കലി സകല നന്മകളുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. ഈ പകൽ ഇത് ഗ്രഹിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കൃപയാൽ സ്വർണം വരും, കൃപയാൽ വെള്ളി വരും, കൃപയാൽ വെള്ളി വരും, കൃപയാൽ പൊന്നു വരും,
കൃപയാൽ രത്നങ്ങൾ വരും, കൃപയാൽ വസ്തുവകകൾ വരും. വാളല്ല, പരിചയമല്ല. It is because of the grace. മിസ്രയീമർ പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോ ഞാനൊരു കാര്യം ചെയ്യും, ഈ ജാതികളോട് അവരുടെ മേൽ എന്റെ കൃപ പകരപ്പെടും, അവർ നിങ്ങൾക്ക് വാരിക്കോരിത്തരും. നിനക്ക് വാരിക്കോരിക്കിട്ടും. കൊള്ള പങ്കിട്ടവനെ പോലെ നീ അനുഗ്രഹം അനുഭവിക്കും. ബിക്കോസ് ഇത് ഈ രാജ്യത്തിന്റെ നീതിയാണ്. ആ രാജ്യത്തിനകത്താ ഞാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ 15-ാം അധ്യായത്തിലെ ഡോക്ടറാന്ന് പറഞ്ഞ കർത്താവിനോട് ചോദിക്കാം, അവരിൽ ആരെങ്കിലും രോഗി ഉണ്ടായിരുന്നോ? കർത്താവ് പറയും, എന്റെ രാജ്യത്തിൽ മിറക്കിൾസ് ആർ നോർമൽ. അത്ഭുതങ്ങൾ സാധാരണമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. 16-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിൽ അവർക്ക് വെള്ളം വന്നു. 17-ാം അധ്യായത്തിൽ അവർക്ക് മന്ന, 16-ാം അധ്യായത്തിൽ അവർക്ക് മന്ന വന്നു. മന്ന വരുന്നതിനേക്കാൾ മുമ്പ് അവരോട് പറഞ്ഞു, see the glory, see the glory, see the glory. അവർ തേജസ് കണ്ടപ്പോ അതിന്റെ ഉള്ളിൽ പ്രൊവിഷനും വെളിപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ കർത്താവിന്റെ തേജസ് ആരൊക്കെ കാണുന്നുവോ, അല്ല ഈ രാജ്യത്തിൽ കർത്താവിനെ ആരൊക്കെ വ്യക്തിപരമായി കാണുന്നുവോ, അവരെല്ലാ പ്രൊവിഷനും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കുമുള്ള പ്രാധാന്യം മനസ്സിലായോ? എത്രയധികം നിങ്ങൾ ദൈവികമായി കാണുന്നുവോ അത്രയധികം പുറകിൽ എന്തോ വരികയാ. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടർന്ന് പിടിക്കാൻ വരുവാ. നിന്നെ കൊണ്ടേ പോകത്തുള്ളതാ. നമ്മളെല്ലാം ചോദിക്കുന്ന എന്ത് ചെയ്യണം ദൈവമേ എന്നാ. ചോദിക്കല്ലേ. പോയിരുന്ന അന്യഭാഷയിൽ ആരാധിച്ചിട്ട് കർത്താവ് എന്താ കാണിക്കുന്നെന്ന് നോക്കണം. കാണുന്നത് വരെ അവിടെ ഇരിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഉപവസിക്കുകയാണ് വിടുതൽ കിട്ടാൻ, പ്രാർത്ഥിക്കുകയാണ് വിടുതൽ കിട്ടാൻ. പക്ഷെ ഞാൻ ദൈവരാജ്യത്തിലാണെന്ന് മറന്നുപോയി, ഞാൻ ആ ആത്മലോകത്തിലാണെന്ന് മറന്നുപോയി. ഈ ലോകത്തിൽ സകലതുമുണ്ട്, എനിക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. അതിനു വേണമെങ്കിൽ നീ കർത്താവിൻ്റെ കൂടെ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തോ. എന്തുകൊണ്ട് എനിക്കത് എവിടെയാ എനിക്ക് പ്രശ്നം? ഞാൻ എന്താ കാണേണ്ടത്? കാണിച്ചു തരാൻ ദൈവം റെഡിയാണ്. അതിനാണ് ദർശനങ്ങൾ, അതിനാണ് വെളിപ്പാടുകൾ, അതിനാണ് വിഷനുകൾ, എല്ലാം അതിനു വേണ്ടിയാ. ആ രാജ്യത്തിൽ എങ്ങനെ സംസാരിക്കണം, ആ രാജ്യത്തിൽ എങ്ങനെ റിസീവ് ചെയ്യണം, ആ രാജ്യത്തിലെ ക്രയവിക്രയങ്ങൾ എങ്ങനെയാ. ചില ആളുകളോട് ഞാൻ ദശാംശം കൊടുക്കാൻ പറയും. ചിലര് ദശാംശം കൊടുക്കുന്നത് 100 രൂപയാണ്. അവർക്ക് 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1000 രൂപ മാറ്റി വയ്ക്കത്തില്ല. 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മാറ്റി വയ്ക്കും. അവർ വേണമെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കും. അല്ല, സുവിശേഷത്തിന് കൊടുക്കണം. കാരണം ഇവിടുത്തെ ക്രയവിക്രയം നീ എന്തു കർത്താവിന് വേണ്ടി കൊടുക്കുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നാ അതുണ്ടാകുന്നത്. ഞാൻ ഇതുവരെ 10% മാറ്റി വെച്ച് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ എൻ്റെ കൈ കിട്ടിയത് മുഴുവൻ ഞാൻ കൊടുക്കും. എനിക്ക് ആവശ്യമുള്ള മുഴുവൻ ഞാൻ എടുക്കുകയും ചെയ്യും. കാരണം ഇവിടുത്തെ ക്രയവിക്രയം ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നീ കൊടുക്കുന്ന ശരിയായ മനോഭാവം മിനിമം 10% കൊടുക്കണം. അതിന് മുകളിലോട്ട് കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ഗ്രേറ്റ്. കാരണം ഈ രാജ്യത്തിന്റെ നിയമം അതാ. നിയമം തെറ്റിക്കുന്നവര് അവർക്ക് അത് ചിലത് അനുഭവിക്കാൻ പറ്റാത്ത നിയമം തെറ്റിക്കുന്നുണ്ടാ. നിയമം തെറ്റിക്കുന്നുണ്ടാ ചിലത് നമുക്ക് പറ്റാത്തത്. നിയമമാണെന്ന് പറയാൻ പാടില്ല എങ്കിലും നിയമമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നത് വേദപുസ്തകത്തിലെ നിയമമല്ല എന്ന് പറഞ്ഞാലേ നിയമമാണ്. നിയമമല്ല എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു
ഞാൻ ദരിദ്രനായിരുന്നു. അതിലേക്ക് കടക്കണ്ട, കട്ടിയായി പോവും. എൻ്റെ ചിന്ത മാറിപ്പോവും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നു? ഇസ്രായേൽ ജനം അനുഭവിച്ചത് ഒരു ആത്മലോകമായിരുന്നു. അവർക്ക് ദൂതന്മാർ മുമ്പ് ചലിക്കുന്ന കാണാമായിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. അവർ കുഞ്ഞാട്ടിൻ്റെ രക്തം മുദ്രയിട്ടിട്ട് കട്ടള പടികളിലൂടെ പുറത്തിറങ്ങിയപ്പോൾ അവർ പുറത്തിറങ്ങിയത് കനാനിലേക്ക് മാത്രമല്ല, അവർ പുറത്തിറങ്ങിയത് സ്വർഗീയമായ രാജ്യത്തിനകത്തേക്കാണ്. അങ്ങോട്ട് കയറുമായിരുന്നു. ആ സെക്കൻഡ് മുതൽ അവരുടെ ഇരുട്ട് അവർക്ക് വെളിച്ചമായി. ആ സെക്കൻഡ് മുതൽ അവരുടെ മുമ്പിൽ ഒരു ദൂതൻ സഞ്ചരിക്കുന്നവർ കാണാൻ തുടങ്ങി. പ്രതിസന്ധിയിൽ അവർക്ക് ചുറ്റും പാളയമറങ്ങുന്ന തീ അവർ കണ്ടു. ശത്രുവിന് ഭയം തോന്നുമാറ് ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു. അവർക്ക് ചുറ്റും തീ മതിലുണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം സൂപ്പർ നാച്ചുറലായിരുന്നു. അവരുടെ വസ്ത്രം സൂപ്പർ നാച്ചുറലായിരുന്നു. അവരുടെ കാലിൽ ഒരാളുടെ പോലും ചെരുപ്പ് തേഞ്ഞില്ല. ഒരാളുടെ വസ്ത്രം പോലും നരച്ചില്ല. They were in a supernatural place. They live in a supernatural way. The same thing. അതിലേക്കാണ് ദൈവം എന്നെയും വിളിക്കുന്നത്. ക്രിസ്തുവേശുവിലൂടെ ഞാൻ അവിടേക്കാ പ്രവേശിച്ചേ. ആ രാജ്യത്തിനകത്തേക്കാ ഞാൻ കടന്നേ. ഈ രാജ്യത്തിലേക്ക് കയറിയാൽ സകലതും കാണാം. അടുത്ത ആഴ്ച നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഒരാഴ്ചയും കൂടെ അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടെ ഞാൻ ഈ കാര്യം പറയാം. പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഏതോ രാജ്യത്ത് കയറിയ പോലെ തോന്നുന്നുണ്ടോ? സ്പിരിച്വൽ വേൾഡ് നിങ്ങൾക്ക് വെളിപ്പെടുന്നോ? എത്ര പേര് ഇപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടോ? ഒന്ന് പൊക്കിക്കേ, കൈ പൊക്കിക്കേ. അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കാം. ആരുമില്ല. സ്വപ്നം കാണാത്തവരുന്ന് കൈ പൊക്കിക്കേ. സ്വപ്നം കാണുന്നില്ല എന്നുള്ളവരുന്ന് കൈ പൊക്കിക്കേ. കാണാനില്ല. 1 2 3 4 5 6 7 8 ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും കാണുന്നവരാ. ഓ, ഗിവ് എ ക്ലാപ്പ് ഫോർ ഹിം. ഭയങ്കരമായി പോയി. 10 പേരൊഴികെ ബാക്കി എല്ലാവരും സ്വപ്നം കാണുക. ഓ, കൈകൾ അടിച്ചൊരു ആമേൻ പറ. ദർശനങ്ങൾ കാണുന്നവരെന്ന് കരമുയർത്തിക്ക്. ദർശനങ്ങൾ കാണുന്നവർ കരമുയർത്തി കാണട്ടെ. വിവിധങ്ങളായ ദർശനങ്ങൾ. അല്ല, കാണാത്തൊരു കരമുയർത്തിക്ക്. അതാ മെച്ചം, അതാണ് നല്ലത്. പ്രയോജനം അതാ. നേരെ തിരിഞ്ഞു പോയി കാര്യം. കാണാത്തവരെന്ന് കൈ ഉയർത്തിക്കുക. ദർശനങ്ങൾ കാണുന്നില്ല. 5 6 പേരേ ഉള്ളൂ. ഭയങ്കരമായി പോയി. എന്നോട് കർത്താവ് പറഞ്ഞത്, എനിക്ക് സന്തോഷമുണ്ട്, നീ ഈ ദിവസങ്ങളിൽ ഇരിക്കെ ജനം എല്ലാം ദർശനങ്ങളും പ്രവചനങ്ങളും കാണുമെന്ന്. ഭയങ്കരമായി പോയി കേട്ടോ. ദർശനം കാണുന്നവരും പ്രവചനം കാണുന്നവരും കാണാത്തവരെ കൈവക്കാണ് ഇപ്പോൾ എളുപ്പം. ആ കൂടി 5 പേര് 6 പേരേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മളൊരു വലിയ സൈന്യമായി അങ്ങോട്ട് മാർച്ച് ചെയ്യുക. സഹോദരങ്ങളെ, 2024 തീരുന്നത് സാധാരണ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു വർഷം തീരുന്ന പോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാള് നിങ്ങൾ കർത്താവിലായിട്ട് ഒരു വർഷം തീരുന്നത് പോലെ അല്ല ഈ 2024 തീരാൻ പോകുന്നത്. നിങ്ങൾ വേറൊരു നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. വേറൊരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എറിയപ്പെടും. യേശു നിങ്ങളെ അതിശക്തമായി എഴുന്നേൽപ്പിക്കും. ഓ, ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. ലാ രാമാന ഹാ സബാരാക്കോ.